അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ കാല് തേർഡിലേക്ക് ഇങ്ങോട്ട് മാറി ഈ കൈ കൊണ്ട് തട്ടിയാണ്. ഈ തട്ടുന്ന സമയത്ത് സ്കിഡ് ചെയ്ത് ക്യാച്ച് ചെയ്യുമ്പോൾ ബാറ്റിൽ തെറ്റിക്കല്ലോ. ഈ തട്ടി തട്ടി സൈഡ് പഞ്ചിന് തന്നെ അടുത്ത് നമ്മൾ മൂന്നാമത്തെ ചെയ്യാം. ഒരു പഞ്ച് ഡിഫ് ബ്ലോക്ക് ആയിട്ടുണ്ട്. വയറിനൊക്കെയാണ് ഇടി വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമുക്ക് എങ്ങനെ അതിനെ തടുക്കാം, അതിനെങ്ങനെ നീക്കാം. നേരെ അടിക്ക് താത്തി കഴിഞ്ഞാൽ ഉടനെ മറച്ച് ബ്ലോക്ക് ചെയ്യും. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പഞ്ച് കാണിക്കും. അപ്പോൾ നേരെ അടിയിലേക്ക് താത്തി കഴിഞ്ഞാൽ ഉടൻ ക്യാച്ച് ചെയ്ത് ഇവിടെ ഇത് ലോക്ക് ചെയ്ത് മറച്ചാണ് കേട്ടോ. മറിച്ച് ഈ കാല് ഇവിടെ കയറ്റി കഴിഞ്ഞാലാണ് ഈ കൈ വെച്ച് ഇങ്ങോട്ട് പുഷ് ചെയ്താൽ കേട്ടോ. സൈഡ് പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അടുത്തൊരു ടെക്നിക്സ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. പഞ്ച് ചെയ്തോളൂ. ഒഴിഞ്ഞ് വലിച്ച് മാറ്റാം. ഓക്കെ, ഈ പഞ്ച് ഇങ്ങോട്ട് കയറി വരും. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ഡൗട്ട് കൂടി ഉണ്ട് സാറേ. അപ്പോൾ എൻ്റെ ഈ കൈ ഫ്രീ അല്ലേ? ഈ കൈ കൊണ്ട് എനിക്ക് അറ്റാക്ക് ചെയ്തില്ല. അപ്പോൾ എൻ്റെ ഈ കൈ ഫ്രീ അല്ലേ? ഈ കൈ കൊണ്ട് എനിക്ക് അറ്റാക്ക് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ അറ്റാക്ക് വരുമ്പോൾ അതിൻ്റെ ടെക്നിക്സിൻ്റെ മാറ്റങ്ങൾ എന്താണെന്നുള്ളത്, ആ മാറ്റം എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. What to do when you get a punch at speed? ഫേസിന് ഡയറക്റ്റ് പഞ്ച് വരുമ്പോൾ ഉള്ള ടെക്നിക്ക് ശ്രദ്ധിക്കപ്പെടുന്നതിന് പെട്ടെന്നൊരു പഞ്ച് വരുന്ന സമയത്ത് ഈ കൈ വെച്ച് കണ്ടില്ലേ, പഞ്ചടിക്ക് സാമ്പിൾ കൈ വെക്കുക. അതിൻ്റെ കൂടെ തന്നെ പഞ്ച് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാലിൽ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ആളും കൂടി കയറാതെ മൂവ് ചെയ്യാം. അപ്പോൾ പെടുന്നതിനെ പഞ്ച് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരാളോട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഒരു പഞ്ച് വരും. ആ പഞ്ച് വരുന്ന സമയത്ത് ജസ്റ്റ് ഡിഫെൻഡ് ചെയ്യാം. ഡിഫെൻസ് സ്ട്രോങ് ആക്കി പെട്ടെന്ന് ഐഡിയ മനസ്സിലായോ? പെട്ടെന്ന് കൈ വെക്കാം, കൺട്രോൾ ആക്കാം. നേരത്തെ നമ്മൾ ചെയ്ത പഞ്ച് അതേമാതിരി തന്നെ ഒരു സൈഡിൽ നിന്ന് പഞ്ച് ടച്ച് ചെയ്യാതെ കാരണം ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ കുറേ തട്ടി തിരിയാന്നുള്ളതല്ല, പെട്ടെന്ന് ഡിഫെൻഡ് ചെയ്യാം. ഉടനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ കിക്ക് ചെയ്യാം, ഒക്കെ ചെയ്യാം.